ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് ഊട്ടിയിലുള്ളത് കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ഒരു ടൈലിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ വീടിൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ മുകളിൽ ഈ ഒരു ടൈൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്റ്റോൺ കോട്ടഡ് ടൈലാണ്. നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ ഊട്ടിയിലുള്ളത്. കേരളത്തിൽ മാത്രമല്ല, അതല്ലേ തൈ എടുക്കുന്ന ടൈൽ ഇട്ടാ. ഇതറിയാൻ ആദ്യമായിട്ട് കാണുന്നവർ പറയാണ് ഇതൊരു എന്താ പറയുക, സ്റ്റോണുകൾ ആണ് ഇതിന് മുകളിലുള്ളത്. അതായത് ഇതുപോലുള്ള സ്ഥലത്ത് സ്റ്റോണുകൾ ഇട്ടിട്ട് സ്റ്റോൺ കോട്ടഡ് ടൈലാണ്. ഇതാണ് സാധനം. തെങ്ങിൻ്റെ മുകളിൽ ഒരു തേങ്ങ വീട് കഴിഞ്ഞാൽ തീർന്നില്ല എന്നാണ് ചോദ്യം. ഇത് ഡോക്ടറിൽ വരുന്നത് 0.45 mm തിക്നെസ്സിലാണ് വരുന്നത്. റൂഫിംഗിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത്. അപ്പൊ അതായത് തേങ്ങ ചക്ക വീട് ഒന്നും പറ്റില്ല, ഒന്നും പൊട്ടില്ല. തെളിയിക്കണം. നമുക്ക് ഇന്ന് നല്ല ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലൊരു പരീക്ഷണം നടത്താം. താഴത്തിടാൻ പോവാണ്, ട്രാക്ടറെ കയറ്റാൻ പോകണം കേട്ടോ. അടുത്ത വീല് കയറി, രണ്ടാമത്തെ വീല് കയറിയിരിക്കുകയാണ്. ആളുകളുടെ ഡൗട്ട് ഇപ്പൊ മാറിയിട്ടുണ്ടാവും വിചാരിക്കും. ഈ രൂപത്തിലാണ് ആ ഒരു അലുമിനിയത്തിന്റെ മുകളിൽ കയറി എന്താണോ ആ രൂപത്തിൽ ഒന്ന് വളഞ്ഞിട്ടുണ്ടല്ലാതെ നമുക്ക് വീണ്ടും ഈ രൂപത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ചക്കയും അതുപോലെ തന്നെ തേങ്ങ വീണാലും ഒരു കുഴപ്പമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? സ്ട്രോങ് മനസ്സിലായില്ല. ഇത് ഏകദേശം 3000 മേലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു തരി പോലും മുകളിൽ കോൺക്രീറ്റ് ഇല്ല, കോൺക്രീറ്റ് ഒന്നുമില്ല. കംപ്ലീറ്റ് ഡോക്ടൈൽ വെച്ചിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. കാറ്റത്ത് ഏറ്റവും സ്ട്രോങ് ആയി ചെയ്യാൻ പറ്റിയ ഒരു ടൈലാണ് ഈ ഡോക്ടൈൽ. ലോക്കിംഗ് സിസ്റ്റം അത്രയും സേഫും സ്ട്രോങ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 50 വർഷത്തിന് വാറന്റി. അങ്ങനെ തന്നെയല്ലേ? അതെ, പ്രോഡക്റ്റ് വാറന്റി 50 വർഷമുണ്ട്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം. വീടിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാനിപ്പോ ഈ നടക്കുന്നത് ഇത് വാർപ്പൊന്നുമല്ല. ശരിക്കും പലരുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതായത് കോൺക്രീറ്റ് ചെയ്താൽ മാത്രമാണ് ഇതേമാതിരി സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇതിന് കോൺക്രീറ്റും ഇല്ല, ഒന്നുമില്ല. വളരെ ചെലവ് കുറക്കുന്ന രൂപത്തിലുള്ള ഒരു റൂഫ് ടൈലാണ്. ഏത് കളർ വേണമെങ്കിലും ഇങ്ങനെ കളേഴ്സ് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടല്ലേ. നല്ല വെയില് നല്ല ചൂടുള്ള സമയത്തൊക്കെ താഴേക്ക് നല്ല ചൂടുണ്ടാവില്ലേ? ഇല്ല, ഇത് ചൂട് കുറവാണ്. കമ്പാരിറ്റീവ്ലി സെറാമിക് ടൈലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചൂട് വളരെ കുറവാണ്. കാരണം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഫീഡ്ബാക്ക് കിട്ടുന്നത് ചൂട് നല്ല രീതിയിൽ കുറവാന്നുള്ളതാണ്. ഇത് 100% ന്യൂസിലാൻഡ് ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയത് ഡോക്ടൈൽ എന്നുള്ളത്. ഇത് മേക്കിംഗ് മലേഷ്യ ആണ്. 100% ന്യൂസിലാൻഡ് ടെക്നോളജി ആണ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മഴ കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ ഇതിൽ പൂപ്പല് പിടിക്കാൻ സാധ്യതയില്ലേ? അല്ല, ഇതിലിപ്പോ ഓൾറെഡി മേലെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് പൂപ്പല് പിടിക്കാതിരിക്കാൻ. മഴ ഇനി എത്ര സ്ട്രോങ്ങിൽ മഴ പെയ്തു കഴിഞ്ഞാലും ഒരു 3-4 വർഷം വരെ പാല് പിടിക്കാതിരിക്കും. ഇനി പാല് പിടിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു പ്രഷർ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാനും പറ്റും. അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതൊരു സ്റ്റോണുകളാണ് ഇതിന്റെ മുകളിലുള്ളത്, സ്റ്റോൺ കോട്ടഡ് ആണ്. അപ്പൊ ഇതേമാതിരിയുള്ള സ്ഥലത്ത് സ്റ്റോൺ അങ്ങനെ വെച്ചിട്ടുള്ള ആ ഒരു സെറ്റപ്പാണ്. അപ്പൊ ഈ സ്റ്റോണുകൾ നമ്മളിങ്ങനെ ഫോഴ്സിൽ അടിക്കുന്ന സമയത്ത് പോകാൻ സാധ്യത ഇല്ല. പ്രഷർ വാഷ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേമാതിരിയാണ് ലോക്ക് ചെയ്യുന്നത് കേട്ടോ. അവിടെ ഇതിലേക്ക് വെച്ചതിന് ശേഷം ഇവിടുന്ന് ഒരു ബോൾട്ടം കൊണ്ടിനി കൊടുക്കാൻ പോവാണ്. ഇനി കൊടുങ്കാറ്റ് വന്നാലും പോവില്ല എന്ന് പറഞ്ഞിട്ടാ. ഇതേമാതിരിയാണ്. ഇതേമാതിരി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് വർക്കിങ്ങിൻ്റെ ഇടയിൽ ഇതിപ്പോൾ ഒരു കട്ടിങ് പീസാണ് കേട്ടോ. അപ്പോൾ ഇതേമാതിരി ഫസ്റ്റ് ഓർഡർ ഇളക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ടച്ചപ്പ് കിറ്റും കൂടി കൊടുക്കുന്നുണ്ട്. ഇതേമാതിരി ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇതേമാതിരി നിങ്ങളൊരു കിറ്റ് കൊടുക്കും. അതെ, ഏത് കളറാണോ എടുക്കുന്നത് അതിന്റെ കൂടെ ടച്ചപ്പ് കിറ്റും കൂടി കിറ്റ് കൊടുക്കും. വർക്കിന്റെ ഇടയിൽ എന്തായാലും ഇതുപോലെ മെറ്റൽ പറഞ്ഞിട്ടോ അങ്ങനെ സാധ്യതകളുണ്ട് സ്റ്റോൺ ഇളകി പോകാൻ. ഇപ്പം മസ്റ്റ് ആയിട്ട് ഈ ഡോക്ടൈലിന്റെ പഞ്ചിങ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഇവിടെ പ്രിന്റിംഗ് ഉണ്ടാവും. വാങ്ങിക്കുമ്പോൾ എന്തായാലും ഡോക്ടറിൽ ബ്രാൻഡ് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ വാങ്ങിക്കുമ്പോൾ